വാലൻസിയയിലെ ഡേ 2 ആണ്. ഒരിക്കലും ഇവിടേക്ക് വരും എന്ന് ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ബീച്ചിലൊക്കെ പോയി കുളിച്ച് ആകെ മുടിയൊക്കെ വൃത്തികേടായിട്ടോ. ഒരുപാട് കൊല്ലം പ്രായമുള്ളൊരു സംഭവമാണ് കേട്ടോ ഗൈസ് ഇത്. പയേജ എന്ന് പറയുന്നത് വാലൻസിയയുടെ തന്നെ ഫുഡാണെന്നാണ് പറയുന്നത്. വിശന്ന് കൊട്ടല് കത്താണ്, എന്ത് തന്നാലും ഞാൻ കഴിക്കും. നമ്മൾ ഓർഡർ ചെയ്തത് വാലൻസിയയുടെ പയേജയാണ്. വാലൻസിയയുടെ സ്ട്രീറ്റിൽ കൂടെയുള്ള സ്ട്രീറ്റ് വ്യൂസ് ആണ് നമുക്ക് കാണേണ്ടത്. ഹലോ ഗൈസ്, വെൽക്കം ടു ഡേ 2. അപ്പോ നമ്മള് വാലൻസിയയിലെ ഡേ 2 ആണ്. നമ്മള് രാവിലെ തന്നെ ബീച്ചിലൊക്കെ പോയി കുളിച്ച് ആകെ മുടിയൊക്കെ വൃത്തികേടായിട്ടോ. കാരണം ഞാൻ അധികം ഇറങ്ങിയില്ല, അത് ബീച്ചിന്റെ ഡ്രസ്സും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ എന്നാലും കാലൊക്കെ ഒന്ന് നനച്ചു. പിന്നെ അവിടെ തന്നെ നമുക്ക് കുളിക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ടായിരുന്നു. സമയം 12:15. അപ്പൊ ഞങ്ങള് പയേജ കഴിക്കാൻ പോവാണ്. ഞങ്ങൾ വാലൻസിയയില് ഞങ്ങളിപ്പോ ഒരു 2-3 പേരോട് ചോദിച്ചു കഴിഞ്ഞപ്പോ മോസ്റ്റ് ഡെലീഷ്യസ് ഫുഡ് അല്ലെങ്കിൽ പയേജ എന്ന് പറയുന്നത് വാലൻസിയയുടെ തന്നെ ഫുഡാണെന്നാണ് പറയുന്നത്. അപ്പൊ പിന്നെ നമുക്കത് കഴിക്കാലോ, ട്രൈ ചെയ്യാലോ. പിന്നെ വിശന്ന് കൊട്ടല് കത്താണ്, എനിക്ക് പയേജ തന്നെ വേണമെന്നില്ല, എന്ത് തന്നാലും ഞാൻ കഴിക്കും. അപ്പൊ നമുക്ക് ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം ഗൈസ്. നമ്മൾ മൽറോസ ബീച്ചിനോട് ഗുഡ് ബൈ പറഞ്ഞ് അടുത്ത സ്ഥലത്തേക്ക് പോവാണ്. റെസ്റ്റോറന്റ് ആണ് നമ്മുടെ ലക്ഷ്യസ്ഥാനം. കാരണം എല്ലാവർക്കും നന്നായിട്ട് വിശക്കുന്നുണ്ട്. ഞങ്ങൾ ഫോണിൽ നോക്കി കഴിഞ്ഞപ്പോൾ വാലൻസിയയുടെ ട്രഡീഷണൽ ഫുഡ് കിട്ടുന്ന അഫോർഡബിൾ ആയിട്ടുള്ള റെസ്റ്റോറന്റ് കണ്ടു. അങ്ങോട്ടാണ് നമ്മുടെ യാത്ര. ഗൈസ്, നമുക്ക് ആദ്യമായിട്ട് ദൈവത്തിനോട് തന്നെ നന്ദി പറയാം. ഒരിക്കലും ഇവിടേക്ക് വരും എന്ന് ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഞങ്ങളെന്നല്ല, ജസ്റ്റ് ഇൻഡിവിജ്വലായിട്ട് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ പെട്ടെന്നായിരുന്നു നമ്മളുടെ എല്ലാവരുടെയും ഈ യാത്ര. അപ്പൊ നമുക്ക് ഈ യാത്രയുടെ സൗകര്യം ഒരുക്കി തന്ന എല്ലാവർക്കും ദൈവത്തിനും നന്ദി. ഏറ്റവും കൂടുതൽ അജൂട്ടനാണ് നന്ദി പറയേണ്ടത്. കാരണം അജൂട്ടന്റെ നന്ദി എന്ന് പറയുന്നത് അത് നന്ദിയില്ലാത്ത നന്ദിയാണ്. ഇനി നന്ദി പറഞ്ഞ നന്ദിയില്ലായ്മയായി പോവും. അതുകൊണ്ട് നമുക്ക് അജൂട്ടനോട് നന്ദി. എന്തെങ്കിലും പറയാനുണ്ടോ നമ്മുടെ പാരന്റ്സ് ക്ഷേത്രത്തിനെ കുറിച്ച്? സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള പലതും നമുക്ക് സന്തോഷകരമായി കാണാൻ സാധിക്കും. അജൂട്ടന് എന്തെങ്കിലും പറയാനുണ്ടോ? കാഴ്ചകളായിരുന്നു. വളരെ മുമ്പിൽ കാണുന്ന മരുഭൂമിയിലെ പനകൾ കാണുമ്പോൾ എന്തിനാണ് മരുഭൂമിയിലെ പന ഇവിടെ വന്നിരിക്കുന്നത് എന്ന് എനിക്കൊരു ആശയം തോന്നിക്കുന്നു. അപ്പൊ ഞാൻ ഇതിനെക്കുറിച്ച് രണ്ടുപേരെയും പാടുകയാണ്. വേണ്ട, അജൂട്ടൻ പറ. അജൂട്ടന്റെ എക്സ്പീരിയൻസ് പറ. നല്ല തിരക്കുള്ള ബീച്ചും അജൂട്ടൻ മനസ്സിൽ വിചാരിച്ച അതേ ഇതല്ലേ? അതെ അതെ, നല്ല കാഴ്ചകൾ സമ്മാനിച്ച വാലൻസിയ ബീച്ച്. നന്ദി. എത്ര കൊല്ലം പ്രായം ഉണ്ടാവായിരിക്കും ഇതിന്? ഒരുപാട് കൊല്ലം പ്രായമുള്ളൊരു സംഭവമാണ് കേട്ടോ ഗൈസ് ഇത്. വെട്ടിക്കൊണ്ട് വീട്ടിൽ വെച്ചാലോ, എന്ത് വീട്ടിൽ വെച്ചാലോ പാടിക്കിട്ടും. നമ്മുടെ വീടോ? നമ്മുടെ വീട്ടിൽ ഒരിക്കലും വെക്കരുത്. അതിൽ എന്നെ ചൈന തന്നെ അഫോർഡ് ചെയ്യാൻ പറ്റണില്ല ആ വീട്ടില്. ഇനി നമുക്ക് നമ്മുടെ ഫോണ് അജൂട്ടന് കൈമാറാം. ഫ്രണ്ടിലെ കാഴ്ചകൾ നമ്മൾ ഇന്നലെയാണ് രാത്രിയാണ് കണ്ടത്. ഇനി മോർണിംഗ് കാഴ്ചകളൊക്കെ അജൂട്ടൻ തന്നെ കാണിക്കാം. വാലൻസിയയിൽ കാണുന്ന ഒരു അപൂർവതരം മെട്രോണ്. ഇത് മെട്രോണോ? ആ ശരിയാണ്. മോദിജയില് കാണുന്ന ഒരു തരം മെട്രോ ഇല്ലേ? മോദിജയിലുണ്ടത് ട്രാമാണ്. ഇതിനെ ട്രാം എന്നാണ് പറയുന്നത്. മെട്രോ ഇത് ഓൾറെഡി മെട്രോ ആണ്. മെട്രോന്റെ കാർഡ് ഉപയോഗിച്ച് പോകുന്നു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ ആക്ച്വലി ഇതിന് ട്രാം എന്നാണ് പറയുന്നത്. തന്നെ ഏറ്റവും റൗണ്ട് അബൌട്ടിൽ സൂക്ഷിക്കണം. എല്ലാ റൗണ്ട് അബൌട്ടിന്റെ 4 ഇഞ്ച് നീളത്തിൽ ഇവര് സിഗ്നൽ വെച്ചേക്കാം. ഏറ്റവും വലിയ റൗണ്ട് അബൌട്ടിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഇടയ്ക്കിടയ്ക്ക് സിഗ്നൽ വരുമ്പോൾ നമുക്ക് കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. എങ്കിൽ തന്നെയും ഓടിച്ച് പരിചയമായതുകൊണ്ട് ഇപ്പൊ അത്രയും കൺഫ്യൂഷന്റെ ആവശ്യമില്ല. ഇന്ന് രാത്രിയോട് കൂടി ഡ്രൈവ് ചെയ്തിട്ടാണ് നമ്മൾ ഇവിടേക്ക് വന്നത്. വ്യക്തമായിട്ട് റോഡുകളൊന്നും കാണാൻ സാധിച്ചില്ല. പക്ഷെ രാവിലെ ആയി കഴിഞ്ഞപ്പോഴുണ്ടല്ലോ, റോഡുകളുടെ ഭംഗി അപാരം തന്നെയായിരുന്നു. രാത്രി ഡ്രൈവിംഗ് എന്ന് പറഞ്ഞാൽ കുറച്ച് സീനാണ്. പക്ഷെ രാവിലെ ആകുമ്പോൾ അത്ര സീനിന്റെ ആവശ്യമില്ല. സ്പെയിനിന്റെ പല പ്രൊവിൻസുകളിൽ നിന്നും വ്യത്യസ്തമായിട്ട് പ്രകൃതി രമണീയമായിട്ടുള്ള കാഴ്ചകളാണ് നമുക്ക് വാലൻസിയ സമ്മാനിക്കുന്നത്. സിറ്റിയിൽ കൂടെയാണ് കാർ ഓടിച്ച് പോകുന്നതെങ്കിൽ തന്നെ സിറ്റി എന്ന് തോന്നിക്കേയില്ല. ഒരുപാട് മരങ്ങളും കാര്യങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. തേടിയ വള്ളി കാലി ചുറ്റി എന്ന് തന്നെ പറയാം. നമ്മൾ അന്വേഷിച്ച റെസ്റ്റോറന്റിലേക്ക് തന്നെയാണ് നമ്മൾ എത്തിയത്. വണ്ടി ഒരു സ്ഥലത്ത് പാർക്ക് ചെയ്യാനായിട്ട് കുറച്ച് സമയം എടുത്തു. ഏകദേശം ഇനി 15 മിനിറ്റോളം നമുക്ക് നടക്കാനായിട്ടുണ്ട്. തൊട്ടടുത്ത് പാർക്കിംഗ് സൗകര്യം നോക്കി ഇപ്പൊ 15 മിനിറ്റോളം നമുക്ക് നടക്കാനുള്ളതുണ്ട്. എന്തായാലും വേഗം തന്നെ റെസ്റ്റോറന്റിലേക്ക് എത്തിയിട്ട് എന്തെങ്കിലും കഴിക്കണം. വാലൻസിയയിലെ ഉടനീളം ഭയങ്കര ജനത്തിരക്കാണ് കേട്ടോ. ലോക്കൽസ് ആണോ ടൂറിസ്റ്റേഴ്സ് ആണോ എന്നറിയില്ല. പക്ഷെ എങ്കിലും ഒരുപാട് ആളുകളുണ്ട് കേട്ടോ. ഞങ്ങളുടെ ശ്രമം വെറുതെ ആയില്ല. റെസ്റ്റോറന്റ് കണ്ടുപിടിച്ചു. എൻ പയേജ റെസ്റ്റോറന്റ് എന്നാണ് ഈ റെസ്റ്റോറന്റിന്റെ പേര്. വാലൻസിയയിൽ ഫേമസ് ആയിട്ടുള്ള റെസ്റ്റോറന്റ് ആണ്. ട്രഡീഷണൽ ആയിട്ടുള്ള ഫുഡും കാര്യങ്ങളൊക്കെ
കിട്ടുന്ന ഒരു റെസ്റ്റോറന്റ് ആണിത്. ഇവിടെ ടെറസ് സംവിധാനങ്ങളുണ്ട്, വേണമെങ്കിൽ നമുക്ക് ടെറസിൽ ഇരുന്ന് ഭക്ഷണം കഴിക്കാം. പക്ഷെ ഞങ്ങൾ ടെറസ് തെരഞ്ഞെടുത്തു. ഒരുപാട് വെയിൽ കൊണ്ടതല്ലേ, ഇനി അങ്ങോട്ട് യാത്ര ചെയ്യാനും ഉണ്ട്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ അകത്തേക്ക് ഇരുന്നു. ഞാൻ ഇച്ചായനും മുന്തിരിയുടെ ജ്യൂസും അജു മെലക്കത്തോന്റെ ജ്യൂസും ഓർഡർ ചെയ്തു. നമ്മുടെ ഫുഡ് വന്നിട്ടില്ല. പയേജ തന്നെയാണ് നമ്മൾ ഓർഡർ ചെയ്തത്. 2 തരത്തിലുള്ള പയേജ, ഒന്ന് വാലൻസിയ സ്പെഷ്യൽ ആയിട്ടുള്ള പയേജ, മറ്റേത് മരിസ്കോന്റെ പയേജ. ജ്യൂസ് കുടിച്ച് കുറച്ച് ആന്തലൊക്കെ മാറ്റിയിരിക്കുമ്പോഴേക്കും പയേജ വരുമായിരിക്കും. നമ്മൾ ഓർഡർ ചെയ്തത് പയേജയുടെ വാലൻസിയയുടെ പയേജയാണ്. ഇത് പയേജയുടെ മരിസ്കോ ആണ്. എങ്ങനെയുണ്ട് മരിസ്കോ? ഇഷ്ടമായോ? ഞങ്ങള് മെനു ഓർഡർ ചെയ്തു. മെനുവില് പയേജ കിട്ടും. ഒരു മെനുവും പിന്നെ ഒരു പയേജയാണ് ഓർഡർ ചെയ്തത്. പക്ഷെ എന്റെ എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ വാലൻസിയയിലെ പയേജയും പിന്നെ മരിസ്കോന്റെ പയേജയാണ് ഓർഡർ ചെയ്തത്. പക്ഷെ ടേസ്റ്റ് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. പക്ഷെ എല്ലാവരുടെ അഭിപ്രായം എന്നെ പോലെ ആയിരിക്കില്ല. അപ്പൊ ഈ പയേജനെ കുറിച്ചുള്ള അഭിപ്രായം നമുക്ക് ഇച്ചാനോട് വയ്ക്കാം. കാരണം അജു കഴിച്ചിട്ടില്ല പയേജ. നല്ല ടേസ്റ്റി പയേജ അജു കഴിച്ചിട്ടില്ല. അതുകൊണ്ട് അതിന്റെ എക്സ്പീരിയൻസ് എന്ന് അറിയാൻ പാടില്ല. നമുക്ക് ഇച്ചാനോട് വയ്ക്കാം. പക്ഷേ പറ, കുഴപ്പമില്ല, പക്ഷെ ടേസ്റ്റ് എന്ന് പറയാൻ പറ്റില്ല. ഞാൻ കഴിച്ചതിന് ഏറ്റവും നല്ല ടേസ്റ്റ് ഉള്ളത് പൊന്നാരി ഉണ്ടാക്കിയ പായസം. പൊന്നാരിക്ക് നന്നായിട്ട് പായസം ഉണ്ടാക്കാറിയാം. ഓക്കെ, പറയണേ സീരിയസ് ആയിട്ട്. അജു ഉണ്ട്, അജുവിന് ഞങ്ങൾ നാളെ ഞങ്ങൾ പായസം ഉണ്ടാക്കാം. ആക്ച്വലി വാലൻസിയ വന്നിട്ട് നമ്മൾ പയേജ ട്രൈ ചെയ്യണം എന്നുള്ളത് എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു. കാരണം പയേജ എന്ന് പറഞ്ഞ സംഭവം വാലൻസിയക്കാരുടെ ഫുഡാണ്. അപ്പോൾ ട്രഡീഷണൽ ഫുഡ് നമ്മൾ ഇവരാണ് പയേജ കണ്ടുപിടിച്ചത്. അപ്പോൾ നമുക്ക് ട്രഡീഷണൽ ഫുഡ് ഒന്ന് ട്രൈ ചെയ്യാനായിട്ട് ഭയങ്കര ആഗ്രഹം ഉണ്ടായി. അതുകൊണ്ടാണ് നമ്മൾ ട്രൈ ചെയ്തത്. ഞാൻ ആക്ച്വലി കുറേ റെസ്റ്റോറൻറ്റിലൊക്കെ ജോലി ചെയ്തിട്ടുണ്ട്, ഷെഫിൻ്റെ കീഴിൽ, പിന്നെ അസിസ്റ്റന്റ് ഷെഫായിട്ടൊക്കെ. അപ്പൊ നമ്മള് പയേജ ഉണ്ടാക്കുന്നത് എങ്ങനെയാണ്, അതിന്റെ മെയിൻ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്നുള്ളത് നല്ല മഴയുണ്ട് കേട്ടോ, പുറത്ത് അടിപൊളിയാണ്. അപ്പോൾ എങ്ങനെയാണെന്നൊക്കെ പഠിച്ചിട്ടുണ്ട്. ഇപ്പൊ എനിക്ക് തോന്നുന്നു ഞാൻ കുറച്ചുകൂടി നന്നായിട്ട് പയേജ ഉണ്ടാക്കും. കാരണം അജുവിനെ അറിയില്ല, അതുകൊണ്ടാണ് ഞാൻ അജുവിനെ അഭിപ്രായം ചോദിച്ചത്. അജു ആദ്യമായിട്ടാണ് പയേജ കഴിക്കുന്നത്. നമ്മുടെ നാട്ടിലെ ടേസ്റ്റ് ഉണ്ട്. കാണുന്നുണ്ട്. അത് UK വന്നിട്ട് നല്ലൊരു ഫുഡ് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയില്ലതൊരു സങ്കടമാണ്. എന്തായാലും നാളെ എന്തായാലും ഞാൻ ലീവ് എടുത്തിട്ട് അതൊരു പയേജ് ഉണ്ടാക്കി കൊടുക്കുന്നതാണ്. കാരണം പയേജിന്റെ ടേസ്റ്റ് അറിയണം എങ്ങനെയാണെന്നുള്ളത്. ശരിക്കുള്ള പയേജിന്റെ ടേസ്റ്റ് അറിഞ്ഞാൽ മാത്രമാണ് അത് കഴിക്കാനായിട്ടുള്ള ഇൻട്രസ്റ്റ് വരുന്നത്. അപ്പൊ നമ്മള് നാളെ ഉണ്ടാക്കി കൊടുക്കും. ഇവിടുത്തെ ഫുഡ് നമ്മൾ നോക്കി കഴിഞ്ഞപ്പോൾ ഭയങ്കര വിലക്കുറവാന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മളിവിടെ കയറിയത്. പക്ഷെ ഭയങ്കര ഡിസപ്പോയിന്റഡ് ആയിരുന്നു. എനിക്ക് മാത്രം കേട്ടോ, കാരണം ഷൈൻ ചിലപ്പോൾ അങ്ങനെ ഫീൽ ചെയ്തിരിക്കാതെ ഞാൻ ഡിസപ്പോയിന്റഡ് ആണ്. കാരണം ഷൈൻ നല്ല പൈസ കഴിച്ചിട്ടുണ്ട്. കുഴപ്പമില്ല, നമുക്ക് എന്തായാലും നാളെ ട്രൈ ചെയ്യാം. അങ്ങനെ ഡിസപ്പോയിന്റഡ് അടിച്ച് ഞങ്ങൾ പയേജ മൊത്തമായിട്ട് തീർത്തു കേട്ടോ. എന്തായാലും കാശ് കൊടുത്ത് വാങ്ങിയതല്ലേ, തീർക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. ഞങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുന്നത് ഇനി മെനു ആണ് നമ്മൾ ഓർഡർ ചെയ്തേക്കണത്. അതുകൊണ്ട് തന്നെ ഐസ്ക്രീംസും കാര്യങ്ങളൊക്കെ വരാനായിട്ടുണ്ട്. ഐസ്ക്രീംസ് വേണോ ചീസ് കേക്ക് വേണോ എന്നുള്ള കൺഫ്യൂഷനോടിയിൽ ഞങ്ങൾ ചീസ് കേക്ക് തന്നെ ഓർഡർ ചെയ്തു. സ്പെയിനിലെ മെയിൻ ആയിട്ടുള്ള ഒരു ഐറ്റമാണ് ചീസ് കേക്ക് എന്ന് പറയുന്നത്. ചീസ് കേക്കിന്റെ പിന്നിൽ ഒരു വലിയ കഥ തന്നെയുണ്ട്. സ്പെയിനും ചീസ് കേക്കും തമ്മിലുള്ള ബന്ധം. ഇവിടം വരെ വന്നിട്ട് അതും ഫുഡ് കഴിച്ചിട്ട് ചീസ് കേക്ക് ഓർഡർ ചെയ്തില്ലെങ്കിൽ അത് മോശമല്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ചീസ് കേക്ക് വിത്ത് സ്ട്രോബെറി ഫ്ലേവർ ഓർഡർ ചെയ്തു. പയേജ് മോശമായിരുന്നെങ്കിലും ചീസ് കേക്ക് അടിപൊളിയായിരുന്നു കേട്ടോ. തിക്ക് ചീസ് കേക്ക് ആയിരുന്നില്ല, ഒരു ക്രീമി കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് തന്നത്. നമ്മളിത് വായിലിടുമ്പോഴേക്കും അലിഞ്ഞു പോകുന്ന തരത്തിലുള്ള ചീസ് കേക്ക്. അതിന്റെ മുകളിൽ സ്ട്രോബെറിയുടെ ടോപ്പിംഗ് കൂടി ആയി കഴിഞ്ഞപ്പോഴേക്കും ഒരു രക്ഷയുണ്ടായിരുന്നില്ല. ആ ഫ്ലേവറും ചീസ് കേക്കും എല്ലാം കൂടി വായിലിടുമ്പോൾ തന്നെ അലിഞ്ഞു പോകും. അമിതമായിട്ടുള്ള മധുരമൊന്നും ചീസ് കേക്കിൽ ചേർത്തിട്ടില്ല. അതാണ് ഇതിന്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ഒരു നിശ്ചിത അനുഭവത്തിൽ കുക്ക് ചെയ്തുകൊണ്ടായിരിക്കാം ഇത്രയും ക്രീമി കൺസിസ്റ്റൻസി നമുക്ക് കിട്ടുന്നത്. എന്തായാലും ചീസ് കേക്ക് ഞങ്ങളെ ഡിസപ്പോയിന്റഡ് ആക്കിയില്ല. ട്രഡീഷണൽ ആയിട്ടുള്ള പയേജ മാത്രം കൊടുക്കുന്ന റെസ്റ്റോറന്റ് ആണ് ഇതെങ്കിലും സ്കോർ ചെയ്തത് നമ്മുടെ ചീസ് കേക്ക് തന്നെയാണ്. ചീസ് കേക്കിന്റെ അമിതമായിട്ടുള്ള ടേസ്റ്റ് കൊണ്ട് ഞങ്ങൾ വീണ്ടും വേറൊരു ചീസ് കേക്ക് ഓർഡർ ചെയ്തു. ഒന്നിനൊന്ന് മികച്ചതെന്ന് തന്നെ പറയാം. എന്ത് ടേസ്റ്റ് ആയിരുന്നു എന്നറിയാമോ ഈ ഒരു ചീസ് കേക്ക്? ഫസ്റ്റ് ഓർഡർ ചെയ്ത ചീസ് കേക്കിനേക്കാളും ഭയങ്കര ടേസ്റ്റി ഈ ഒരു ചീസ് കേക്കിന്. ചീസ് കേക്കിന് മികച്ചതായിട്ടുള്ള ഒരു റെസ്റ്റോറന്റ് ആണ് കേട്ടോ ഈ ഒരു റെസ്റ്റോറന്റ്. ചീസ് കേക്കിന്റെ കാര്യത്തിൽ 10 out of 10 തന്നെ കൊടുക്കാം. നമ്മുടെ ടേസ്റ്റ് സെൽസിനെയൊക്കെ ഉത്തേജിപ്പിക്കുന്ന രീതിയിലുള്ള ടേസ്റ്റ്, എല്ലാം പാകത്തിനുള്ള
അളവിൽ ചേർത്തേക്കുന്നതുകൊണ്ട് എന്തൊക്കെയാണ് ചേർത്തേക്കുന്നതെന്ന് പോലും കണ്ടുപിടിക്കാൻ കുറച്ച് പാടുപെട്ടു. കാരമല്, വാനില, മെലോൺ, കനേല, ചീസ് ഇതാണ് മെയിൻ ഇൻഗ്രീഡിയന്റ് ആയിട്ട് ഈ ഒരു ചീസ് കേക്കിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിന്റെ ഫ്ലേവർ നല്ല നിശ്ചിത അനുഭവത്തിൽ ചേർത്തപ്പോൾ നല്ല അടിപൊളിയായിരുന്നു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ പതുക്കെ റെസ്റ്റോറന്റ് പുറത്തേക്ക് ഇറങ്ങി. സ്ട്രീറ്റിലെ കാഴ്ച ഭയങ്കര വ്യത്യസ്തമായിരുന്നു. കാരണം ചെറുതായിട്ടുള്ള ചാറ്റൽ മഴയൊക്കെ പെയ്തിട്ടുണ്ടായിരുന്നു. നമ്മളെന്തായാലും ടെറസ് തിരഞ്ഞെടുക്കാൻ നന്നായി, അല്ലെങ്കിൽ ചാറ്റൽ മഴ കൊണ്ട് നമ്മൾ ഫുഡ് കഴിക്കേണ്ടി വന്നേനെ. ഞാൻ ഈ നിൽക്കുന്നത് കണ്ടില്ലേ, ഇതാണ് റെസ്റ്റോറന്റിന്റെ പ്രവേശന കവാടം. വാലൻസിയയിൽ ആദ്യമായിട്ട് വരുന്നവരാണെങ്കിൽ നമ്മൾ ഇതുപോലെ ട്രഡീഷണൽ ഫുഡൊക്കെ അടിച്ചു കൊടുക്കുമ്പോൾ ഫസ്റ്റ് വരുന്ന റെസ്റ്റോറന്റ് ആണ് ഇത്. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങോട്ട് വന്നത് തന്നെ. വാലൻസിയയിലെ മെയിൻ ഫുഡായിട്ടുള്ള പയേജ കഴിക്കാനായിട്ട് എല്ലാവർക്കും ആകാംക്ഷ കാണുമല്ലോ, അതിന്റെ ടേസ്റ്റ് ഒക്കെ അറിയാനായിട്ട്. അങ്ങനെയാണ് ഈ റെസ്റ്റോറന്റിൽ ഇത്രയും തിരക്ക് കൂടാൻ ഒട്ടനവധി ടൂറിസ്റ്റേഴ്സ് ഈ ഒരു റെസ്റ്റോറന്റിലേക്ക് വരുന്നുണ്ട് എന്നുള്ളതാണ് വേറൊരു സത്യം. മുന്നേ തന്നെ പയേജ ട്രൈ ചെയ്ത് നോക്കിയവർക്ക് മാത്രമാണ് ഡിസപ്പോയിന്റഡ് ആവത്തുള്ളൂ. ട്രൈ ചെയ്ത് നോക്കാത്തവർക്ക് അതൊന്നും വലിയ പ്രശ്നമില്ല. ഇതാണ് ടേസ്റ്റ് എന്ന് അവർക്ക് അറിയില്ലല്ലോ. എന്തായാലും നമുക്ക് മുന്നോട്ട് നടക്കാം. റോഡ് മുറിച്ച് കിടക്കാൻ നോക്കിയതാണ്, അപ്പോഴേക്കും ഇവിടെ ഒരു റാലി വന്നു. സൈക്കിൾ റാലിയൊക്കെ കണ്ടിട്ടുണ്ട്, പക്ഷെ ഈ ഒരു റാലി ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. സാധാരണ സിഗ്നൽസ് ഒക്കെ കാണേണ്ടതാണ് ഈ ഒരു സ്ഥലങ്ങളിലൊക്കെ, പക്ഷെ ഇവിടെ സിഗ്നൽസ് ഒന്നും ഇല്ല കേട്ടോ. എനിക്ക് തോന്നുന്നു അപകട സാധ്യത വലിയ കാര്യമായിട്ടുള്ള സ്ഥലങ്ങളൊന്നും ആയിരിക്കില്ല. ഫുഡ് കഴിക്കാതിരുന്നപ്പോ വിശപ്പിന്റെ ക്ഷീണമായിരുന്നു, കഴിച്ചു കഴിഞ്ഞപ്പോ വയറ് നിറഞ്ഞതിന്റെ ക്ഷീണം. എന്തായാലും ഇവിടെ ഒരുപാട് കസേരകളുണ്ട്, നമുക്ക് കുറച്ചു നേരം ഇവിടെ വിശ്രമിക്കാം. തൊളേതോന്നാണ് വായിൽ വരുന്നത്. വാലൻസിയയുടെ സ്ട്രീറ്റിൽ കൂടെയുള്ള സ്ട്രീറ്റ് വ്യൂസ് ആണ് നമുക്ക് കാണുന്നത്. പയേജ കഴിച്ചു, ഞങ്ങൾക്ക് ആർക്കും വയറിഞ്ഞില്ല. പക്ഷെ ജസ്റ്റ് ഒരു ആന്തലും ഒരു കത്തലും മാറി. എനിക്കൊരു ഗുളിക കഴിക്കാനുണ്ടായിരുന്നു, ഇനിയിപ്പോ ആ ഗുളിക ഒന്ന് കഴിക്കണം. അപ്പൊ നമ്മൾ ഇനി സ്ട്രീറ്റിൽ കൂടെ യാത്ര ചെയ്യാണ്. അപ്പൊ നമുക്ക് നോക്കാം. വർക്ക് ചെയ്യുന്ന സൈറ്റിന് വ്യത്യസ്തമായ രീതിയിൽ പെയിന്റ് എടുത്ത് കളറൊക്കെ ചെയ്ത് ചിത്രം വരച്ച് ആ ബിൽഡിങ്ങിനോട് മാച്ച് ആവുന്ന രീതിയിലൊരു ഡിസൈൻ കൊടുത്തേക്കാണ്, കവർ ചെയ്തേക്കാണ്. ആക്ച്വലി നെറ്റ് ഇടണം, നമുക്ക് സേഫ്റ്റി ആയിട്ട് ഒരു നെറ്റ് ഇടണം. ആ നെറ്റ് വ്യത്യസ്തമായിട്ട് ഈ ടൗണിന്റെ ഭംഗി നശിപ്പിക്കാണ്ടിരിക്കാൻ വേണ്ടി ചെയ്യുന്നത്. സ്വയം പറഞ്ഞതുപോലെ പെട്ടെന്ന് ആർക്കും സംഭവം പിടികിട്ടില്ലെങ്കിലും നമുക്ക് സൂക്ഷിച്ചു നോക്കിക്കഴിഞ്ഞാൽ കാര്യങ്ങൾ മനസ്സിലാവും. അവിടെ ഒരു പടുകൂറ്റനായിട്ടുള്ള ഒരു ബിൽഡിംഗ് കണ്ടില്ലേ, ആ ഒരു വെള്ള ബിൽഡിംഗ് മൊത്തം കൺസ്ട്രക്ഷൻ വർക്കാണ്. 3D പെയിന്റ് അടിച്ചിട്ട് കർട്ടൻ തൂക്കിയിരിക്കുന്നതാണ് ഈ കാണുന്നത്. ശരിക്കും ബിൽഡിംഗ് എന്ന് തോന്നിക്കുന്ന രീതിയിലുള്ള ഒരു ഫേക്ക്നെസ് ഈ ഒരു പട്ടണത്തിന്റെ ഭംഗി കളയാതിരിക്കാൻ വേണ്ടിയിട്ട് കാണിച്ചു കൂട്ടിയിരിക്കുന്ന കാര്യങ്ങൾ. സ്ട്രീറ്റിലുടനീളം നടന്ന് നമ്മൾ മാഗരറ്റിന്റെ ഷോപ്പിലെത്തി. വാലൻസിയയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രദേശങ്ങളാണ് ഈ സംഭവം. ഇവിടം വരെ വന്ന സ്ഥിതിക്ക് അവിടേക്കും കൂടി പോണമെന്നുണ്ട്. എന്തായാലും സമയം കൈപ്പിടിച്ചിട്ടാണ് നമ്മളുടെ ഈ പോക്ക്. വാലൻസിയയുടെ എല്ലാവിധ ഐറ്റംസും ഇവിടെ കൊടുത്തിരിക്കുന്നുണ്ട്. വാലൻസിയയിൽ എന്തിനാണാവോ പല്ലിന്ന് ഞാൻ ഒരുപാട് തലപോഞ്ഞ് ആലോചിച്ചു. പല്ലിയുടെ കൺസെപ്റ്റ് വരുന്നത് ബാഴ്സലോണയിലാണ്. കുറച്ച് മാഗ്നറ്റ്സ് നമ്മൾ കളക്ട് ചെയ്തിട്ട് പിന്നെയും നമ്മൾ നടന്നു. ഭയങ്കര തിക്കും തിരക്കുള്ള പ്രദേശങ്ങളാണ് കേട്ടോ വാലൻസിയയിൽ ഉടനീളം ഉള്ളത്. കള്ളന്മാരുണ്ടോ എന്നുള്ളത് നമുക്ക് അറിയില്ല, പക്ഷെ കള്ളന്മാരുണ്ടെങ്കിലും നമ്മളൊരു സംഭവം എടുത്തിട്ടില്ല. നമ്മുടെ ബാഗും കാര്യങ്ങളൊക്കെ വണ്ടിയിൽ വെച്ചിട്ട് തന്നെയാണ് വന്നേക്കുന്നത്. ഇവിടുത്തെ ബിൽഡിങ്സ് ഒക്കെ കണ്ടോ, എത്ര പടുകൂറ്റനായിട്ടുള്ള ബിൽഡിങ്സ് ഒക്കെയാണ് ഇവിടെ ഉള്ളത്. സൂപ്പറാട്ടാ. ഓ ബ്രില്യന്റ് ഐഡിയ. പോത്തൻകുട്ടിയുടെ അണ്ണാക്കി കയറിയിരുന്ന പൊന്നാരി വീണ്ടും പൊന്നാരി എന്ന് തെളിയിച്ചിരിക്കുന്നു. യെസ്, അണ്ണാൻ തൂർന്ന കണ്ടിട്ട് ആന തൂറാൻ നിൽക്കാണ്, കേറുന്നില്ല. സ്ട്രീറ്റിൽ കൂടെ ചുമ്മാ നടന്നാലും നമുക്ക് സമയം പോകുന്ന അറിയില്ല. കാരണം അത്രയധികം ആകർഷകമായിട്ടുള്ള കാര്യങ്ങൾ വാലൻസിയയിൽ കാണാൻ. ഇവിടുത്തെ വീതി കൂടിയ റോഡുകളും ഇവിടുത്തെ ബിൽഡിങ്സിന്റെ ആർക്കിടെക്ചറും കാര്യങ്ങളൊക്കെ എന്നെ ഒരുപാട് ആകർഷിച്ചു. ഞങ്ങൾ ഫുഡ് കഴിച്ചു കഴിഞ്ഞപ്പോഴാണ് വേറൊരു കാഴ്ച കണ്ടത്. ഇവിടെ ആയിരുന്നു ഇന്ത്യൻ റെസ്റ്റോറന്റ് ഉണ്ടായിരുന്നത്. ശരിക്കും കുറച്ചും കൂടി നടന്നു വന്നിരുന്നെങ്കിൽ നമുക്ക് ഇന്ത്യൻ ഫുഡ് കഴിക്കാമായിരുന്നു. അബദ്ധം പറ്റിയെന്ന് പറയാലോ, അങ്ങനെ ആയിപ്പോയി. അടുത്ത് നല്ല ഇന്ത്യൻ ഫുഡ് കടന്നിട്ടും നമ്മളത് കഴിച്ചില്ലല്ലോ എന്നുള്ളൊരു സങ്കടം. ഇന്ത്യൻ റെസ്റ്റോറന്റ് കണ്ടതുകൊണ്ടാണ് കേട്ടോ പെട്ടെന്നൊരു സങ്കടം വന്നത്. സ്പെയിനിലെ മറ്റ് പ്രൊവിൻസുകളെ പോലെയല്ല, വാലൻസിയ, ബാഴ്സലോണ എന്നീ ഭാഗങ്ങളിലൊക്കെ എന്ത് ഇന്ത്യൻ ഫുഡ് വേണമെങ്കിലും നമുക്ക് കിട്ടും. അങ്ങനെ ഞങ്ങൾ നടന്ന് ഞങ്ങളുടെ കാറ് പാർക്ക് ചെയ്തിരിക്കുന്ന ഭാഗത്തേക്ക് എത്തി. ഞാൻ പറഞ്ഞില്ലേ ഏകദേശം ഒരു 15 മിനിറ്റ് നടക്കാനുള്ളതുണ്ടെന്ന്. എന്തായാലും അടുത്ത സ്ഥലത്തേക്ക് പോകാനായിട്ട് കാർ എടുത്തേച്ചും വരാം. കൊളോസിയം കഴിഞ്ഞ സ്ഥിതിക്ക് നമുക്ക് വെച്ചടിച്ച് വിടാം. നമ്മള് സുവനീറിൽ കണ്ട പോലത്തെ താമരയുള്ള സ്ഥലം അന്വേഷിച്ചിട്ടാണ് ഇനിയുള്ള പോക്ക്. നമ്മളുടെ മിക്ക ട്രിപ്പുകളും വലിയ പ്ലാനിങ്ങോട് കൂടിയ ട്രിപ്പുകളല്ല. അങ്ങനെയുള്ള ട്രിപ്പുകൾ ആയതുകൊണ്ട് മാത്രമാണ് നമുക്ക് എല്ലാ സ്ഥലവും കവർ ചെയ്യാനായിട്ട് സാധിക്കുന്നത്. എന്തായാലും സുവനീർ ഷോപ്പിൽ നിന്ന് വാലൻസിയയിലെ മെയിൻ അട്രാക്ഷൻ സ്ഥലങ്ങളൊക്കെ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. അവിടേക്ക് നമ്മൾ പോകുന്നതോടൊപ്പം തന്നെ ഇന്നത്തെ വ്ലോഗ് വൈൻഡപ്പ് ചെയ്യാണ്. അപ്പൊ നെക്സ്റ്റ് വ്ലോഗിൽ കാണാം. ബൈ.